കോഴിക്കോട് വടകര പാർലമെന്റ് മണ്ഡലങ്ങളിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കോഴിക്കോട് മണ്ഡലത്തിൽ എം.ടി. രമേശും വടകരയിൽ പ്രഫുൽ കൃഷ്ണയുമാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ. ശക്തമായ ത്രികോണ മത്സരങ്ങളാണ് രണ്ട് മണ്ഡലങ്ങളിലും നടക്കുന്നത്. പരമ്പരാഗത ഇടതുമണ്ഡലമായ വടകര പക്ഷേ കഴിഞ്ഞ 15 വർഷമായി UDF-നെയാണ് തുണച്ചിട്ടുള്ളത്. ശക്തമായ ഇടത് വലത് മുന്നണികളോട് പോരാടാൻ NDA രംഗത്തിറക്കിയിരിക്കുന്നത് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയാണ്. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് NDAയുടെ പ്രധാന പ്രചാരണായുധം. ഇന്ന് 12 മണിക്ക് കോഴിക്കോട് കളക്ടറേറ്റിൽ പ്രഫുൽ കൃഷ്ണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി M.T. രമേശിനെയാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ NDA രംഗത്തിറക്കിയിരിക്കുന്നത്. BJPക്ക് പരമ്പരാഗത വോട്ടുകളുള്ള മണ്ഡലമാണ് കോഴിക്കോട്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് M.T. രമേശിന് കിട്ടിവെക്കാനുള്ള തുക സമാഹരിച്ചു നൽകിയത്. ഇന്ന് രാവിലെ 10 മണിക്ക് M.T. രമേശ് കോഴിക്കോട് കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നല്ല ആത്മവിശ്വാസമുണ്ട്. 2 ഘട്ട പര്യടനം പൂർത്തിയാക്കിയപ്പോഴും ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് ഏറ്റവും നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം നമ്മുടെ കോഴിക്കോടും ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങളുടെ വലിയ ആഗ്രഹം. അതുകൊണ്ട് മോഡിയുടെ ഗ്യാരണ്ടി കോഴിക്കോട് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വോട്ടായി മാറുകയാണെങ്കിൽ വിജയം അകലെയല്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. ജനം, കോഴിക്കോട്.